നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 3 ഘട്ടങ്ങളിലായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയെന്നാണ് ബൈഡൻ ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ബൈഡൻ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടു. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ബൈഡൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റവും ഇരുഭാഗത്തുള്ള ബന്ദികളുടെ മോചനവും ആദ്യഘട്ടത്തിലുണ്ടാകും. ഗാസയിലേക്ക് ദിവസേന 600 ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കും. താൽക്കാലിക ഭവന യൂണിറ്റുകളും ഗാസയിൽ സ്ഥാപിക്കും. ഈ 6 ആഴ്ച കാലയളവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കും. ഇത് വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലെ പദ്ധതികൾ നടപ്പിലാക്കും. 2ാം ഘട്ടത്തിൽ ഗാസയിൽ നിന്നുള്ള സൈനികരുടെ പൂർണ്ണ പിന്മാറലാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഹമാസ് ബന്ദികളെയും മോചിപ്പിക്കും. 3ാം ഘട്ട പുനർനിർമ്മാണ പദ്ധതിയെക്കുറിച്ചായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കം സമാധാന ഉടമ്പടിയിലെത്താൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ 36,000-ലധികം പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു.